അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ ഊട്ടിയിലേക്ക് ഒരു യാത്ര പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ തലേ ദിവസം പ്ലാൻ ചെയ്തു ഊട്ടിയിലേക്ക് യാത്ര പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ രാവിലെ 6 മണിക്കൊക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു 8 മണിയായി കാണും. ഞങ്ങൾ ഈ താളൂര് വഴിയായിരുന്നു അന്ന് പോയിരുന്നത്. ഈ വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. കാരണം 2 സൈഡിലും നമ്മൾ തേയിലത്തോട്ടങ്ങളും നല്ല മലനിരപ്പുകളും എല്ലാം കാണാം. അതിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ചെറിയൊരു വെയിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായേനെ കാണാൻ. നമ്മളന്ന് മഴ മൂടിക്കിടക്കുന്ന ഒരു ദിവസമായിരുന്നു പോയിരുന്നത്. ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഇടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും തേയിലത്തോട്ടങ്ങൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ അമ്പലങ്ങൾ, നമ്മൾ തമിഴ്നാട് കർണാടക ഭാഗങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അമ്പലങ്ങൾ ഒരുപാട് കാണാം. തമിഴ്നാട്ടിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ഊട്ടി. ഊട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത് തണുപ്പായിരിക്കും അല്ലേ. പിന്നെ മലയാളികളായ നമുക്ക് എല്ലാവർക്കും കിലുക്കം എന്ന സിനിമയായിരിക്കും പിന്നെ ഓർമ്മ വരിക. അവിടെ പ്രധാനമായിട്ട് ബോട്ട് ഹൗസ് ഉണ്ട്. ഊട്ടി തടാകം, പൈക്കര ബോട്ട് ഹൗസ്, റോസ് ഉദ്യാനം, ബൊട്ടാനിക്കൽ ഗാർഡൻ 55 ഏക്കറിൽ പരന്നു കിടക്കുന്ന നല്ല പച്ച പരപ്പുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ടൗണ് പന്തല്ലൂർ ടൗണാണ് കേട്ടോ. പന്തല്ലൂർ ടൗണാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളാകെ പോയത് ഷൂട്ടിംഗ് സ്പോട്ടിലും ബൊട്ടാനിക്കൽ ഗാർഡനിലും മാത്രമാണ്. ഇവിടേക്ക് പിന്നെ പ്രധാനമായിട്ട് കാണാനുള്ളത് പൈൻ മരങ്ങൾ, പിന്നെ തേയില ഫാക്ടറി. ഒരാൾ വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് പാട്ടായിരുന്നു കേട്ടോ. അത് മടിയിലിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ പാട്ട് സ്വന്തം പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോട നന്നായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ പോയത്. ഒരുപാട് പേര് അതേപോലെ തന്നെ സൈഡിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് റീൽസും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് പിന്നീട് ഞങ്ങൾ നേരെ പോകുന്നത് ഷൂട്ടിംഗ് സ്പോട്ടിലേക്കായിരുന്നു കേട്ടോ. ആദ്യം കാണുന്നത് 9th മൈൽ ഷൂട്ടിംഗ് സ്പോട്ട്. കോട കണ്ടില്ലേ, നന്നായി പെയ്തിറങ്ങിയിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ വെൻലോക്ക് ഡൗൺ നേച്ചർ ടൈൽ എന്ന ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ അവിടെ തന്നെ കുറച്ചടുത്ത് തന്നെയാണ് നമ്മൾ പായ്ക്കര ബോട്ടിങ്ങിൻ്റെ ഇതും കാണുന്നത്.
ഇതൊക്കെ നമ്മൾ അങ്ങോട്ടുള്ള വണ്ടികളാണ്. നമ്മൾ പേ പാർക്കിങ്ങും അല്ലാതെയും വണ്ടി നിർത്തിയിട്ടുള്ളത് കാണാം. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് തൊപ്പികൾ, മിഠായികൾ, അതുപോലെ ചോളം, അവർ പ്രധാനമായി വിൽക്കുന്നതാണ് ചോളം, ക്യാരറ്റ് തുടങ്ങിയവയൊക്കെ വിൽക്കുന്നുണ്ട്. ഡസ്റ്റ്ബിന്നും അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് റോഡിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുള്ളത് കാണാം. ഇതാണ് അതിൻ്റെ കവാടം. ഇവിടെ നിന്ന് നമ്മൾ പാസ് എടുത്തിട്ട് വേണം കയറാൻ. 30 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പാസ് എടുത്തു. കുഞ്ഞാറ്റ അവിടെ ഇറങ്ങിയ പാട് തന്നെ ഓട്ടം തുടങ്ങി. ഇപ്പോൾ ചെറിയ ഓരോ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ, മഞ്ഞ പൂക്കൾ. അത് പറിച്ച് ഇങ്ങനെ ഓരോരുത്തർക്ക് കൊണ്ട് കൊടുക്കലായിരുന്നു അവൾക്ക് പ്രധാന ജോലി. ശ്രീകുട്ടിക്കും കുഞ്ഞാറ്റയ്ക്കും കൂടെ അവിടെ ഓടിക്കളിക്കാൻ വേണ്ടി ഒരുപാട് സമയം കിട്ടി കേട്ടോ. നമ്മൾ ആ ഷൂട്ടിംഗ് സ്പോട്ടിൽ കയറിയതിന് ശേഷം നമുക്ക് കുടയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ നനഞ്ഞു, പനി പിടിക്കുമെന്നൊക്കെ പേടിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. എങ്കിലും അവിടെ കളിക്കാൻ പറ്റി. അവർക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മളെ സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ ഒരുപാട് പാട്ടുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് തന്നെ ഒരുപാട് പാട്ടുകൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കാക്ക. അതായത് ഇപ്പോൾ കാക്കയെ കണ്ടിട്ടുള്ള ഒരു നിപ്പാണ്. അതിൻ്റെ പുറകെ ഓട്ടമായിരുന്നു കുറേ നേരം. അതും അവളെ കളിപ്പിക്കാനെന്ന പോലെ അതിനെ ചുറ്റിപ്പറ്റിയെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കുന്നിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള ഈ ഒരു വ്യൂ കാണാൻ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ തന്നെ കുറേ നേരം നിന്ന് റീൽസൊക്കെ എടുത്തിട്ടാണ് പിന്നെ താഴോട്ട് ഇറങ്ങിയത്. ഷൂട്ടിംഗ് സ്പോട്ടിൽ കയറിയിട്ട് തന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് മഴ പെയ്യേണ്ടി വന്നു. മഴ പെയ്തപ്പോഴാണ് ഞങ്ങളൊന്ന് താഴോട്ട് ഇറങ്ങുന്നത് പോലും. കാരണം നമ്മൾ അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളെ പോലെയാവും. നമ്മളവിടെ ഓടിക്കളിക്കും. നമുക്ക് അവിടുന്ന് താഴോട്ട് വരാൻ തോന്നില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് ഊട്ടിയിലെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോഴാണ് ഇതേ കണ്ടില്ലേ, ഇങ്ങനെ ഒരാൾ വന്നിട്ട് വണ്ടീൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ നോക്കുമ്പോൾ ചുറ്റും കുതിരകൾ വന്ന് പുറകിലുമൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേടിച്ച് വേഗം വണ്ടീൻ്റെ അകത്തേക്ക് കയറി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമ്മൾ നേരെ ഊട്ടിയിലെ മെയിൻ ടൗണിലെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കുള്ള യാത്രയിലായിരുന്നു. ഇവിടെ 70 രൂപയാണ് കേട്ടോ പേ പാർക്കിംഗ്. അതിനുശേഷം നമ്മൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തി. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ് സമയം. ഒരാൾക്ക് 100 രൂപയാണ് ചാർജ്. കുഞ്ഞാറ്റ പോകുന്നിടത്തെല്ലാം ഒരുപാട് കാക്കകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ബൊട്ടാനിക്കൽ ഗാർഡനിൽ തന്നെയാണ് നമ്മളവിടെ കുരങ്ങിന് കയറാൻ പറ്റാത്ത മങ്കി പസിൽ എന്ന് പറയുന്ന മരമുണ്ട്. പിന്നെ 20 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള ഫോസിൽ എന്ന മരം, പേപ്പർ ബാർക്ക് തുടങ്ങിയൊക്കെ അവിടുത്തെ പ്രത്യേകതയാണ്.
ഒരുപാട് സഞ്ചാരികളുണ്ടായിരുന്നു. ഒരുപാട് പേര് അവിടെ പുൽത്തകടിയിൽ ഇരിക്കുകയും ചിലർ വീഡിയോ എടുക്കുകയും ചിലർ റീൽസ് എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയധികം പൂക്കളൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടായിരുന്നു. ഇവിടെ പ്രധാനമായിട്ട് പച്ചപ്പരപ്പുള്ള മൈതാനവും പിന്നെ മരങ്ങളാണ്. നമ്മളെ മങ്കി ബസിൽ, ഫോസിൽ, പേപ്പർ പാർക്ക് തുടങ്ങിയ പ്രത്യേക തരം മരങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച. സൗത്ത് ഇന്ത്യൻ സിനിമകളിലെ ചില പാട്ടുകളൊക്കെ നമ്മൾ ഈ ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബൊട്ടാനിക്കൽ ഗാർഡനിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് താഴെയുള്ള വ്യൂസ് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞങ്ങളതിൻ്റെ മുകളിൽ കയറി. ഇതിപ്പോൾ കാണുന്നത് ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്. മൊത്തത്തിലുള്ള ഒരു വ്യൂസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇവിടെയും പ്രധാനമായിട്ടും എല്ലാവരും ഇത് ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളും കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിരുന്നു. എല്ലാം ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്തേക്കാണ് കേട്ടോ കുറച്ച് ഫോട്ടോസ്. പലതരത്തിലുള്ള ചെടികളിവിടെ നട്ടുപിടിപ്പിച്ചതായി കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഫോട്ടോസും റീൽസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ പതുക്കെ താഴോട്ട് ഇറങ്ങി. പിന്നെ ആ മൈതാനത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പുൽത്തകിടിയിൽ ഒരുപാട് പേര് അവിടെ വിശ്രമിക്കുന്നത് കാണാം. കുഞ്ഞാര് പിന്നെ വീണ്ടും ഇറങ്ങി ഓട്ടമൊക്കെ തുടങ്ങി. എല്ലാവരും നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഒറ്റ ദിവസത്തെ യാത്രയായതുകൊണ്ടും നാളെ ഓണമായതുകൊണ്ടും നമുക്ക് ഇന്ന് തിരിച്ചു പോകണം. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എവിടെയും പോകാൻ നിന്നില്ല. ഈ 2 സ്ഥലങ്ങൾ മാത്രം കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അങ്ങനെ തിരിച്ചിറങ്ങുമ്പോഴാണ് ഞങ്ങൾ പലതരത്തിലുള്ള ചെടികൾ വെച്ച് ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡൻ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടത്. അങ്ങനെ തിരിച്ച് വണ്ടിയിൽ കയറി തിരിച്ച് വരുമ്പോഴുള്ള കാഴ്ചയാണിത്. അപ്പോൾ ഇന്നത്തെ ഊട്ടി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അവസാനം കുറച്ച് ഞങ്ങൾ എടുത്ത ഫോട്ടോസ് മാത്രം കാണിക്കാം.